ഹലോ എവരി വൺ, വെൽക്കം ടു ദ നെക്സ്റ്റ് സെക്ഷൻ. അപ്പോൾ നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത് മൊഡ്യൂൾ 1 കമ്പ്യൂട്ടർ ഡിസൈൻ ആൻഡ് അനാലിസിസിൻ്റെ ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ റിവിഷൻ ക്ലാസ്സുകളാണ് നമ്മൾ ഇനിയിപ്പോൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജസ്റ്റ് ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ സിലബസ് എന്താണ്, ഇൻട്രൊഡക്ഷൻ ടു ക്യാഡ് എന്താണ്, ഹിസ്റ്ററിക്കൽ ഡെവലപ്മെൻറ്റും പിന്നെ ഒരു യൂണിവേഴ്സിറ്റിക്ക് വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, ഡിഫറൻസ് ബിറ്റ്വീൻ ട്രഡീഷണൽ ഡിസൈൻ ആൻഡ് കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ സിലബസ് നോക്കുന്നത് മൂലം നിങ്ങൾക്ക് എന്തൊക്കെയാണ് പോർഷൻസ് വരുന്നതെന്ന് ഒന്നുകൂടെ പെട്ടെന്ന് റിവൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് സിലബസ് നോക്കാം. അപ്പോൾ പോസ്റ്റ് മൊഡ്യൂളിനകത്ത് വരുന്നത് ഇൻട്രൊഡക്ഷൻ ടു ക്യാഡ്, ഹിസ്റ്ററിക്കൽ ഡെവലപ്മെൻറ്റ്സ്, ഇൻഡസ്ട്രിയൽ ലുക്ക് അറ്റ് ക്യാഡ്, കമ്പാരിസൺ ഓഫ് ക്യാഡ് വിത്ത് ട്രഡീഷണൽ ഡിസൈനിങ്, ആപ്ലിക്കേഷൻ ഓഫ് കമ്പ്യൂട്ടർ ട്രീറ്റ്സ് ഇൻ ഡിസൈൻ. പിന്നെ വരുന്നത് ബേസിക്സ് ഓഫ് ജോമെട്രിക് ആൻഡ് സോളിഡ് മോഡലിംഗ്, പാക്കേജസ് ഫോർ CAD CAM, CAE ആൻഡ് CAPP. ദെൻ ഹാർഡ്വെയർസ് ഇൻ CAD കമ്പോണൻസ്, യൂസർ ഇൻട്രാക്ഷൻ ഡിവൈസസ്, ഡിസൈൻ ഡാറ്റാബേസ്, ഗ്രാഫിക് സ്റ്റാൻഡേർഡ്സ്, ഡാറ്റ എക്സ്ചേഞ്ച് ഫോർമാറ്റ്സ് ആൻഡ് വിർച്വൽ റിയാലിറ്റി. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളിനകത്ത് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് ഇമ്പോർട്ടൻറ്റ് ആയിട്ടുള്ള ടോപ്പിക്സുകളാണ് നമ്മളിനി റിവൈസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ ഓഫ് കമ്പ്യൂട്ടർ ഡിസൈന്, പാക്കേജസ് ഫോർ CAD CAM, CAPP, ദെൻ ബേസിക്സ് ഓഫ് ജോമെട്രിക് ആൻഡ് സോളിഡ് മോഡലിംഗ്, കമ്പാരിസൺ ഓഫ് ക്യാഡ് വിത്ത് ട്രഡീഷണൽ ഡിസൈൻ. ഇതൊക്കെ എന്ന് പറയുമ്പോൾ യൂണിവേഴ്സിറ്റിക്ക് റിപ്പീറ്റഡ്ലി ചോദിച്ചിട്ടുള്ള ഒരു ടോപ്പിക്സുകളാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഇൻട്രൊഡക്ഷൻ ടു ക്യാഡ് നോക്കാം. അപ്പോൾ എന്താണ് കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ? അപ്പോൾ നെയിമിൽ തന്നെയുണ്ട്, ക്യാഡ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ. അപ്പോൾ ഇറ്റ് ഈസ് എ യൂസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് or workstations to aid in the creation, modification, analysis or optimization of a design. അപ്പോൾ ഒരു കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടെ അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ വർക്ക്സ്റ്റേഷൻ്റെ സഹായത്തോടുകൂടി ക്രിയേറ്റ് ചെയ്യുക, അതിനെ മോഡിഫൈ ചെയ്യുക, ദെൻ ആ മോഡിഫൈ ചെയ്ത സാധനത്തിനെ അനലൈസ് ചെയ്യുക. ഇത്രയും അനലൈസ് ചെയ്തിട്ട് അതിൽ നിന്നൊരു ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള ഡിസൈൻ ഉണ്ടാക്കുന്നതിനാണ് നമ്മളെന്ന് പറയുന്നത് കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ എന്ന് പറയുന്നത്. അപ്പോൾ കമ്പ്യൂട്ടർ അസിസ്റ്റൻസ് വൈൽ എ ഡിസൈനർ. അപ്പോൾ ഒരു ഡിസൈനറാണ് എന്ത് ചെയ്യുന്നത്, ഈ ഡിസൈനിനെ കമ്പ്യൂട്ടറിൻ്റെ അസിസ്റ്റൻസിലൂടെ എന്ത് ചെയ്യുന്നു, ഹിസ് ഐഡിയാസ് ആൻഡ് നോളജ്, ആ ഡിസൈനറുടെ ഹിസ് ഓർ ഹെർ ഐഡിയാസ് ആൻഡ് നോളജ് ഇൻ ടു എ മാത്തമാറ്റിക്കൽ ആൻഡ് ഗ്രാഫിക്കൽ മോഡൽ റെപ്രസെൻറ്റഡ് ഇൻ എ കമ്പ്യൂട്ടർ. ഒരു മാത്തമാറ്റിക്കലോ അല്ലെങ്കിൽ ഒരു ഗ്രാഫിക്കൽ മോഡലോ ആയിട്ട് നമുക്ക് കമ്പ്യൂട്ടറിലേക്ക് കൺവേർട്ട് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ നമ്മളെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ CAD സോഫ്റ്റ്വെയർ ആണ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, യൂസ്ഡ് ടു ഇൻക്രീസ് ദ പ്രൊഡക്ടിവിറ്റി ഓഫ് ദി ഡിസൈനർ, ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് ഡിസൈൻ, ഇംപ്രൂവ് കമ്മ്യൂണിക്കേഷൻ ത്രൂ ഡോക്യുമെൻറ്റേഷൻ ആൻഡ് ക്രിയേറ്റ് എ ഡാറ്റാബേസ് ഫോർ മാനുഫാക്ചർ. ഈ പറഞ്ഞ സെഷൻ നമ്മൾ നെക്സ്റ്റ് ഒരു സെഷനിൽ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു പാർട്ടിനെ ഡിസൈൻ ചെയ്യണമെങ്കിൽ അത് നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടുകൂടെ ഡിസൈൻ ചെയ്യും. ഇപ്പോൾ നമ്മൾ നേരത്തെ ഡിസൈൻ ചെയ്തിരുന്നത് എങ്ങനെയായിരുന്നു, നമ്മൾ ഷീറ്റിൽ പെൻസിലും ഡ്രാഫ്റ്ററൊക്കെ വെച്ചിട്ട് ഡ്രോ ചെയ്തിട്ടായിരുന്നു നമ്മൾ ഡിസൈൻ ചെയ്തത്. അപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമ്മളതെന്ന് പറയുന്നതാണ് ഒരു ടൈം കൺസ്യൂമിങ് ആണ്, നമുക്കങ്ങനെ കുറേ ഡ്രോബാക്സ് ഉണ്ട്. അപ്പോൾ ആ ഡ്രോബാക്സിനെല്ലാം അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, കമ്പ്യൂട്ടറിൻ്റെ സഹായത്താൽ നമ്മൾ ക്രിയേഷൻ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്താണോ മാനുഫാക്ചർ ചെയ്യേണ്ട പ്രോഡക്റ്റ്, എനി പ്രോഡക്റ്റ്, കാറാവാം, ഒരു പാർട്സ് ആവാം, മെഷീനറീസ് ആവാം, എന്താണോ ക്രിയേറ്റ് ചെയ്യേണ്ടത് അതിനെ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു, അതിൻ്റെ ഡ്രോയിങ്സ് വരയ്ക്കുന്നു. ദെൻ ആ ഡ്രോയിങ്സ് വരച്ച് കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലും മോഡിഫിക്കേഷൻ വരുത്തണമെങ്കിൽ ആ മോഡിഫിക്കേഷൻസിനകത്ത് എന്ത് ചെയ്യുന്നു, ആൾട്ടർനേഷൻസൊക്കെ നമുക്ക് എന്താ ഈസിലി അതിനകത്ത് ചെയ്യാൻ പറ്റും. അങ്ങനെ ആൾട്ടർനേഷൻ ചെയ്യുന്നു. അതിനുശേഷം ഈ വരച്ചിരിക്കുന്ന ഡ്രോയിങ്ങിനെ നമ്മൾ അനലൈസ് ചെയ്യുക. അപ്പോൾ നമുക്ക് സ്ട്രെസ്, സ്ട്രെയിന്, ടെമ്പറേച്ചർ എഫക്റ്റ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ എന്തിൽ വരാം, നമ്മുടെ മെഷീൻ പാർട്സിൽ വരാം. അപ്പോൾ ആ പാർട്ടിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, അനാലിസിസ് ചെയ്യുന്നു. അതിനുശേഷം ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഡിസൈൻ ഏതാണോ അതിനെ നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്യണം. അങ്ങനെ ഒപ്റ്റിമൈസ് ചെയ്തിട്ടുള്ള ഒരു പർട്ടിക്കുലർ കമ്പോണൻറ്റിനെ ഡിസൈൻ ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, കമ്പ്യൂട്ടർ ഡിസൈനിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണെന്ന് പറയുന്നത് കമ്പ്യൂട്ടർ എയ്ഡഡ് മാനുഫാക്ചറിങ്. കമ്പ്യൂട്ടർ എയ്ഡഡ് മാനുഫാക്ചറിങ് എന്ന് പറഞ്ഞാൽ യൂസ് ഓഫ് കമ്പ്യൂട്ടർ സിസ്റ്റം ടു പ്ലാൻ, മാനേജ് ആൻഡ് കൺട്രോൾ ദ ഓപ്പറേഷൻ ഓഫ് എ മാനുഫാക്ചറിങ്. അപ്പോൾ ഇത് കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടുകൂടി മാനുഫാക്ചർ ചെയ്യുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഒരു പർട്ടിക്കുലർ പ്ലാന്റിലെ മാനുഫാക്ചറിങ് പ്രോസസ്സിന് പ്ലാൻ ചെയ്യുക, എന്തൊക്കെ ഓപ്പറേഷൻസാണ് നടക്കേണ്ടത്, അല്ലെങ്കിൽ എത്ര പാർട്സാണ് മാനുഫാക്ചർ. അതിനുശേഷം അതിനെ എന്ത് ചെയ്യുക, മാനേജ് ചെയ്യുക. പ്ലാൻ ചെയ്തതനുസരിച്ചിട്ട് ഈ ഓപ്പറേഷൻസൊക്കെ നടക്കുക നോക്കും. അതിനുശേഷം ആ ഓപ്പറേഷനൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ആ മാനേജിങ്
ഇത് വെച്ചിട്ട് കൺട്രോൾ ചെയ്യുന്നു. അങ്ങനെ ഒരു മാനുഫാക്ചറിങ് പ്ലാന്റ് ഓപ്പറേഷനെ കൺട്രോൾ ചെയ്യുന്നതാണ് നമ്മൾ എന്താ പറയുന്നത്, കമ്പ്യൂട്ടർ എയ്ഡഡ് മാനുഫാക്ചറിങ്. അപ്പം നമ്മളൊരു മാനുഫാക്ചറിങ് നടത്തുന്നുണ്ടെങ്കിൽ അതിൽ കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടെ ചെയ്യുന്നതാണ്. അതിപ്പോൾ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, കമ്പ്യൂട്ടർ മോണിറ്ററിങ് ആൻഡ് കൺട്രോളും വരുന്നുണ്ട്. മാനുഫാക്ചറിങ് സപ്പോർട്ട് ആപ്ലിക്കേഷൻസിന് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, ക്യാം യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കമ്പ്യൂട്ടർ മോണിറ്ററിങ് ആൻഡ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ ഈസ് കണക്റ്റഡ് ഡയറക്ട്ലി ടു ദ മാനുഫാക്ചറിങ് പ്രോസസ്. അപ്പോൾ നമ്മളൊരു മാനുഫാക്ചറിങ് പ്രോസസ്സ് നടക്കുകയാണെങ്കിൽ അതിലേക്ക് നമ്മൾ കമ്പ്യൂട്ടറിനെ ഡയറക്റ്റായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ CNC മെഷീനിൽ നമ്മൾ കമ്പ്യൂട്ടർ ഡയറക്റ്റ്ലി കണക്ട് ചെയ്തിട്ട് നമ്മൾ ആ കമ്പ്യൂട്ടറിൽ പ്രോഗ്രാം ചെയ്യുന്നു, പ്രോഗ്രാം കോഡിങ്ങോ ചെയ്യുന്നു, അതനുസരിച്ചിട്ട് CNC മെഷീൻ ഓപ്പറേറ്റ് ചെയ്യും. അപ്പോൾ അതേപോലെ കെമിക്കൽ പ്രോസസ്സിങ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ നമ്മൾ കമ്പ്യൂട്ടറിനെ ഡയറക്റ്റ്ലി ആ പർട്ടിക്കുലർ എക്യുപ്മെൻറ്റായിട്ട് നമ്മൾ കണക്ട് ചെയ്തിരിക്കുക, അല്ലെങ്കിൽ ആ പ്രോസസ്സ് മാനുഫാക്ചറിങ് പ്രോസസ്സുമായിട്ട് നമ്മൾ കണക്ട് ചെയ്തിരിക്കുകയാണ് നമ്മൾ കമ്പ്യൂട്ടർ മോണിറ്ററിങ് ആൻഡ് കൺട്രോൾ എന്ന് പറയുന്നത്. ഇനി മാനുഫാക്ചറിങ് സപ്പോർട്ട് ആപ്ലിക്കേഷൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ യൂസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഇൻ പ്രോസസ് പ്ലാനിങ്. നമ്മൾ ഏതെങ്കിലും ഒരു പ്രോസസ്സിനെ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്ത് അതിൻ്റെ ഡേറ്റയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ കമ്പ്യൂട്ടറിന് ഡയറക്റ്റ്ലി നമ്മൾ കണക്ട് ചെയ്ത് പിന്നെ അതേപോലെ പ്രോസസ്സ് ഷെഡ്യൂൾ ചെയ്യുക, ഷോപ്പ് ഫ്ലോർ കൺട്രോൾ ചെയ്യുക, വർക്ക് സ്റ്റഡി ചെയ്യുക, ടൂളിൻ്റെ ഡിസൈൻ ചെയ്യുക, ക്വാളിറ്റി കൺട്രോൾ, ഇതിനൊക്കെ വേണ്ടി എന്ന് പറയുമ്പോൾ നമ്മൾ കമ്പ്യൂട്ടറിനെ ഡയറക്റ്റ്ലി ഇതുമായിട്ട് കണക്ട് ചെയ്യുന്നില്ല, പകരം നമ്മൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്തിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ആ പ്രോസസ്സിലേക്ക് യൂസ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് കമ്പ്യൂട്ടറിനെ എന്തെങ്കിലും യൂസ് ചെയ്യാം, മാനുഫാക്ചറിങ്ങിൽ യൂസ് ചെയ്യാം. അപ്പോൾ അതിനാണ് കമ്പ്യൂട്ടർ എയ്ഡഡ് മാനുഫാക്ചറിങ് എന്നുള്ളത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹിസ്റ്ററിക്കൽ ഡെവലപ്മെൻറ്റ്. ബിറ്റ്വീൻ ദ മിഡ് 1940s and 1950s വേരിയസ് ഡെവലപ്മെൻറ്റ്സ് വെയർ മെയ്ഡ് ഇൻ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ. സം ഓഫ് ദീസ് ഡെവലപ്മെൻറ്റ്സിനകത്ത് വരുന്നതാണ് സെർവോ മോട്ടേഴ്സ് കൺട്രോൾഡ് ബൈ ജനറേറ്റഡ് പൾസ് വെച്ചിട്ട് കൺട്രോൾ ചെയ്യാണ് സെർവോ മോട്ടേഴ്സ്. എ ഡിജിറ്റൽ കമ്പ്യൂട്ടർ വിത്തിൻ ബിൽറ്റപ്പ് ഇൻ ഓപ്പറേഷൻ ടു ഓട്ടോമാറ്റിക്കലി കോർഡിനേറ്റ് ട്രാൻസ്ഫോം ടു കമ്പ്യൂട്ടർ റഡാർ റിലേറ്റഡ് വെക്ടേഴ്സ് 1951 ആൻഡ് ദ ഗ്രാഫിക് മാത്തമാറ്റിക്കൽ പ്രോസസ് ഓഫ് ഫോമിങ് എ ഷേപ്പ് വിത്ത് ഡിജിറ്റൽ മെഷീൻ ടൂൾ. അപ്പോൾ ഇതൊക്കെയെന്ന് പറയുന്നൊരു ഇൻട്രൊഡക്ടറി പാറ്റേൺ. അപ്പോൾ നമ്മൾ ഡെവലപ്മെൻറ്റിന് നമ്മൾ 4 മേജർ ഫേസസ് ഓഫ് ഡെവലപ്മെൻ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ആദ്യത്തേതാണ് 1950s ടു 1960s വരെയുള്ള ആ കാലഘട്ടം. അവിടെ എന്ന് പറയുമ്പോൾ സ്റ്റാർട്ട് ഓഫ് ഇൻട്രാക്റ്റീവ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ്, അതായത് നമ്മുടെ ICT എന്ന് പറയുന്ന ഇൻട്രാക്റ്റീവ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഫേസിലാണ്. അതേപോലെ കാഥോഡ് റേ ട്യൂബ്സ്, ന്യൂമറിക്കൽ കൺട്രോൾ, NC ന്യൂമറിക്കൽ കൺട്രോൾ ഇൻ മാനുഫാക്ചറിങ്, ഇതൊക്കെയെന്ന് പറയുന്നത് ഈ 1950s. ദെൻ APT, ഓട്ടോമാറ്റിക്കലി പ്രോഗ്രാംഡ് ടൂൾസ്, ലാംഗ്വേജ് എന്ത് ചെയ്യുന്നു, മാസച്യൂസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നു. ഇൻ 1953 മാസച്യൂസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി റിസർച്ചർ ഡോഗ്ലാസ് T. റോസ് സോ ദി ഇൻട്രാക്റ്റീവ് ഡിസ്പ്ലേ എക്യുപ്മെൻറ്റ് ബി യൂസ്ഡ് ബൈ റഡാർ ഓപ്പറേഷന് ഇൻട്രാക്റ്റീവ് ഡിസ്പ്ലേ അല്ലെങ്കിൽ IDE എന്ന് പറയുന്ന ഇൻട്രാക്റ്റീവ് ഡിസ്പ്ലേ എക്യുപ്മെൻറ്റ് യൂസ് ചെയ്ത് തുടങ്ങി. ഇതൊക്കെയാണ് ആ ഒരു കാലഘട്ടത്തിലെ ഡെവലപ്മെൻറ്റ്. നെക്സ്റ്റ് സ്റ്റേജാണ് 1960s. 1960s ഒരു ക്രിട്ടിക്കൽ റിസർച്ച് പീരീഡ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. എന്തിൻ്റെ, ഇൻട്രാക്റ്റീവ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സിൻ്റെ ഒരു ക്രിട്ടിക്കൽ റിസർച്ച് പീരീഡാണ് 1960s to 70s പറയുന്നത്. അപ്പോൾ അതിൽ ആ കാലഘട്ടത്തിലാണ് ഇവാൻ സദർലാൻഡ് എന്ന് പറയുന്ന കമ്പനി സ്കെച്ച് പാഡ് ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ സ്കെച്ച് പാഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് സ്ക്രീനിൽ ഡ്രോയിങ്സ് ഒക്കെ വരച്ചിട്ട് കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്ക് നമുക്ക് ആക്കാൻ സാധിക്കും. പിന്നെ വരുന്നതാണ് ലോക്ഹീഡ് ഇനിഷ്യേറ്റഡ് ക്യാഡാം എന്ന് പറയുന്നൊരു സിസ്റ്റത്തെ ലോക്ഹീഡ് എന്ന് പറഞ്ഞ കമ്പനി ഇനിഷ്യേറ്റ് ചെയ്യുന്നുണ്ട് അവരുടെ പർട്ടിക്കുലർ ആപ്ലിക്കേഷൻസിന് വേണ്ടിയിട്ട്. ദെൻ സ്റ്റോറേജ് ട്യൂബ് ബേസ്ഡ് ടേൺകീ സിസ്റ്റംസ് ഒക്കെ ഈ കാലഘട്ടത്തിലാണ് ഡെവലപ്പ് ചെയ്തത്. പിന്നെ ദ ഇൻവെൻഷൻ ഓഫ് 3D CAD CAM ബിറ്റ്വീൻ 66 and 68 ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഫേസാണ് 1970s. പൊട്ടൻഷ്യൽ ഓഫ് ദി ഇൻട്രാക്റ്റീവ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് വെയർ റിലൈസ്ഡ് ബൈ ഇൻഡസ്ട്രി. ഇൻട്രാക്റ്റീവ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സിനെ ഇൻഡസ്ട്രീസിലേക്ക് റിലൈസ് ചെയ്യുന്നുണ്ട്. പിന്നെ സിഗാരപ്പ, NCGA, IGS എന്നൊക്കെ പറയുന്ന സിസ്റ്റംസ് ഡെവലപ്പായത് 1970s. ഇതെന്ന് പറയുന്നതാണ് ഗോൾഡൻ ഏര ഓഫ് കമ്പ്യൂട്ടർ ഡ്രാഫ്റ്റിങ്ങിൻ്റെ ഒരു പീരീഡാണ് 1970s to 80s. അപ്പോൾ ഈ കാലങ്ങളിലായിരുന്നു ഏറ്റവും കൂടുതൽ ഡെവലപ്മെൻറ്റ് സ്റ്റേജസ് നടന്നത്. അതായത് വയർ ഫ്രെയിം മോഡലിംഗ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തതും ഈ ഒരു ഫേസിലാണ്. പിന്നെ വരുന്നതാണ് 1980s. CAD CAM എന്ന് പറയുന്നൊരു ഇയേഴ്സ് ഓഫ് റിസർച്ചിന് ശേഷം
ക്യാഡ് ക്യാമിന് എന്ത് ചെയ്യുന്നു എന്നൊരു പേര് നമുക്ക് വരുന്നു. അതേപോലെ 1981 ദ കീ പ്രോഡക്ട്സ് വെയർ ദ സോളിഡ് മോഡലിംഗ് പാക്കേജസ്, റോമുലസ്, ഷേപ്പ് ഡാറ്റ ആൻഡ് യൂണിസോളിഡ് ഗ്രാഫിക്സ് ബേസ്ഡ് ഓൺ PADL2 ആൻഡ് സർഫസ് മോഡലർ കാറ്റിയ ഡസാൾട്ട് സിസ്റ്റംസ് ഡെവലപ്പ് ചെയ്തത്. ഇതെല്ലാം 1980s ഡെവലപ്പ് ആകുന്നത്. പിന്നെ ഓട്ടോഡെസ്ക് ഫോം ചെയ്യുന്നത് 1982 ജോൺ വാക്കർ, വിച്ച് ലീഡ് ടു ദ 2-dimensional സിസ്റ്റം ഓട്ടോക്യാഡ്. ഓട്ടോക്യാഡിനെ 2-dimensional സിസ്റ്റം ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നത് ഓട്ടോഡെസ്ക് ആണ്. Then the next milestone was the release of Pro E-Engineer 1987, which heralded greater usage of feature-based modeling methods and parametric linking of the parametric features. This marked the introduction of parametric modeling. Parametric modeലിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ടുള്ള പ്രോ എഞ്ചിനീയർ ഡെവലപ്പ് ചെയ്തത് 1987. അപ്പോൾ ഈ 1980s to 90 വരെയുള്ള സ്റ്റേജസിലാണ് ഈ ടൈപ്പിലുള്ള ഡെവലപ്മെൻറ്റ് സ്റ്റേജസൊക്കെ നടന്നിരിക്കുന്നത്. അപ്പം നമ്മൾ 4 ഫേസസ് പഠിച്ചു: 50 to 60, 60 to 70, 70 to 80 ആൻഡ് 80s to 90. ഈ 4 ഫേസസിനെയാണ് നമ്മളിതിൻ്റെ ഹിസ്റ്ററിക്കൽ ഡെവലപ്മെൻറ്റ് ഫേസസ് എന്ന് പറയുന്നത്. ഇതുകൂടാതെ തന്നെ നമ്മളിനി 90 to 2000 മുതലുള്ള ഡെവലപ്മെൻറ്റ്സിനെ കുറിച്ച് വേണമെങ്കിൽ നമുക്ക് അടുത്തായിട്ട് നോക്കാവുന്നതാണ്. ഈ സോഫ്റ്റ്വെയർസൊക്കെ നമുക്ക്, അതായത് ഓട്ടോക്യാഡ്, പ്രോ എഞ്ചിനീയർ, കാറ്റിയ, ഇതെല്ലാം നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ഡെവലപ്മെൻറ്റ് നടന്നിരിക്കുന്നത് 1980s. അപ്പോൾ ഇതൊക്കെ നമ്മളിന്ന് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നൊരു സോഫ്റ്റ്വെയർസാണ്. നെക്സ്റ്റാണ് 1990s to 2000. ഇപ്പം മാനേജ്മെൻറ്റ് ഓഫ് ക്യാഡ് ക്യാം കേപ്പബിലിറ്റീസ്, CIM, EDV, PDM, CALS, VR, വെർച്വൽ റിയാലിറ്റി, കമ്പ്യൂട്ടറിൻ്റെ മാനുഫാക്ചറിങ് പോലുള്ള കാര്യങ്ങളൊക്കെ 1990s ഡെവലപ്പ് ആയിട്ടുള്ളത്. ഇപ്പോൾ ഇമ്പ്രൂവ്മെൻറ്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ മീഡിയം ആൻഡ് നെറ്റ്വർക്കിങ്ങിൻ്റെയും കമ്മ്യൂണിക്കേഷൻ മീഡിയത്തിൻ്റെയൊക്കെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് സ്റ്റേജും 1990s. റെഡ്യൂസ്ഡ് കോസ്റ്റ് ഓഫ് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ, ബിക്കോസ് അത്രയും ഡെവലപ്മെൻറ്റ്സ് ഒക്കെ വന്നതുകൊണ്ട് ഹാർഡ്വെയറിൻ്റെയും സോഫ്റ്റ്വെയറിൻ്റെയും കോസ്റ്റ് നമുക്ക് കുറയ്ക്കാൻ പറ്റി. ഡെവലപ്മെൻറ്റ് ഇൻ ദ ലേറ്റ് 1980s ആൻഡ് ഏർലി 1990s, BREP സോളിഡ് മോഡലിംഗ് കെർണൽസ്, അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ട് BREP സോളിഡ് മോഡലിങ്, അതേപോലെ ടോപ്പോളജി കൺസിസ്റ്റൻസി, അതുപോലെ പാരാസോളിഡ് ഷേപ്പ് ഡാറ്റ ആൻഡ് ACS സ്പേഷ്യൽ ടെക്നോളജി ഇൻ്റർനാഷണൽ, ഇതൊക്കെ എന്ന് പറയുന്നത് 1990s ഡെവലപ്പ് ആകും. പിന്നെ വരുന്നതാണ് 2000s, വയർലെസ് ട്രാൻസ്മിഷന്, റെഡ്യൂസ്ഡ് കോസ്റ്റ് ഓഫ് ഹൈ പെർഫോമൻസ് കമ്പ്യൂട്ടിങ്, റിവേഴ്സ് എഞ്ചിനീയറിങ്, റാപ്പിഡ് പ്രോട്ടോടൈപ്പിംഗ് ഒക്കെ 2000s നടക്കുന്നത്. ഇതാണ് നമ്മളുടെ ഒരു ഹിസ്റ്ററിക്കൽ ഡെവലപ്മെൻറ്റ് സ്റ്റേജ്. അപ്പോൾ 2000 ശേഷം ഇങ്ങോട്ട് ധാരാളം ഡെവലപ്മെൻറ്റ്സിനുള്ളിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത്രയാണ് മെയിനായിട്ട് ഹിസ്റ്ററിക്കൽ ഡെവലപ്മെൻറ്റായിട്ട് ക്യാഡിനകത്ത് പഠിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ 4 phases ഡെവലപ്മെൻറ്റ് സ്റ്റേജിനകത്ത് വരുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നൊരു യൂണിവേഴ്സിറ്റിക്ക് വളരെയധികം ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് കമ്പാരിസൺ ഓഫ് ക്യാഡ് വിത്ത് ട്രഡീഷണൽ ഡിസൈൻ, അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് ഓഫ് ക്യാഡ്. ഇതെല്ലാം എന്ന് പറയുന്നത് കമ്പാരിസൺ ഓഫ് ക്യാഡ് വിത്ത് ട്രഡീഷണൽ ഡിസൈൻ എന്ന് പറഞ്ഞ ടോപ്പിക്സിനകത്ത് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ 3 വട്ടം ചോദിച്ചിട്ടുണ്ട്. ലിസ്റ്റ് ദ അഡ്വാൻറ്റേജസ് യൂസിങ് ക്യാഡ്. KTU ഏപ്രിൽ 2018 ചോദിച്ചിട്ടുണ്ട്. അതെടുത്ത് മെയ് 2019 ചോദിച്ചത് കമൻറ്റ് ഓൺ ദ അഡ്വാൻറ്റേജസ് ഓഫ് ക്യാഡ് കമ്പയർഡ് ടു ട്രഡീഷണൽ ഡിസൈൻ. ഇനി ഡിസംബർ 2019 ചോദിക്കുന്നത് ലിസ്റ്റ് 3 ബെനിഫിറ്റ്സ് ഓഫ് ക്യാഡ് ഓവർ കൺവെൻഷണൽ ഡിസൈൻ. അപ്പോൾ നമുക്ക് കൺവെൻഷണൽ ഡിസൈനുമായിട്ട് കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈനിനുള്ള ബെനിഫിറ്റ്സ് എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ ഡിഫറൻസ് എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ അഡ്വാൻറ്റേജസ് ആണ്, ഈ ഒരു സെഷനാണ് നമ്മൾ അടുത്തായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ആദ്യമായിട്ട് കുറച്ച് പോയിൻറ്റ്സ് നോക്കാം. അഡ്വാൻറ്റേജ്, ഇമ്പോർട്ടൻസ് ഓർ നെസസിറ്റി. There are many advantages of computer design, only some of which can be easily measured. The application of computer design in the manufacturing industry necessitates today's global environment because of its many benefits such as intangible reflected in improvement work quality. നമ്മൾ നോക്കേണ്ടത് വർക്ക് ക്വാളിറ്റി എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാം. ആൻഡ് മോർ പെർട്ടിനൻറ്റ് ആൻഡ് യൂസബിൾ ഇൻഫർമേഷൻ ആണ്, ആൻഡ് ഇംപ്രൂവ്ഡ് കൺട്രോൾ. Other benefits are tangible, but the savings from them show up far downstream in the production process.
Due to the following advantages, implementation of a CAD system in manufacturing industry has become important necessity in the global world. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഇമ്പോർട്ടൻസ് എന്ന് നോക്കാം. ഒന്നാമത്തത് ഇംപ്രൂവ്ഡ് എൻജിനീയറിംഗ് പ്രൊഡക്ടിവിറ്റി നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ കഴിയും. എങ്ങനെയാണ് ഈ പ്രൊഡക്ടിവിറ്റി ഇമ്പ്രൂവ് ആയത്? അതായത് ഒരു ഡിസൈനർക്ക് സാധാരണ ഡ്രോയിങ്ങിനേക്കാളും വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, കമ്പ്യൂട്ടറിനകത്ത് വരയ്ക്കാൻ കഴിയും. അപ്പോൾ അദ്ദേഹം ഒരു ഷീറ്റിൽ വരച്ചുകൊണ്ടിരിക്കുമ്പോഴുള്ള പ്രൊഡക്ടിവിറ്റിയെക്കാളും ഒരു സിസ്റ്റത്തിൽ വരയ്ക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രൊഡക്ടിവിറ്റി കൂടുതലായിട്ട് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. രണ്ടാമത്തത് ഷോർട്ടർ ലീഡ് ടൈം, അതായത് വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഡ്രോയിങ്സ് എല്ലാം വരയ്ക്കാം. അതൊരു സിസ്റ്റം, ഒരു നോർമൽ ഡ്രോയിങ്ങിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് വളരെ കുറച്ച് സമയം മതി ലാർജ് നമ്പർ ഓഫ് ഡ്രോയിങ്സ് വരയ്ക്കാനായിട്ട്. നെക്സ്റ്റ്, റെഡ്യൂസ്ഡ് എൻജിനീയറിംഗ് പേഴ്സണൽ റിക്വയർമെൻറ്റ് എങ്ങനെയാണ് റെഡ്യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഒരു പർട്ടിക്കുലർ പ്രോജക്റ്റിന് വേണ്ടിയിട്ട് ഡ്രോയിങ് വരയ്ക്കണമെങ്കിൽ ഇപ്പോൾ കുറേ 4 പേര് മാനുവൽ ഡ്രോയിങ്ങിൽ വരയ്ക്കേണ്ട കാര്യങ്ങൾ നമുക്ക് ഒരാൾക്കൊരു സിസ്റ്റത്തിൽ അതിൻ്റെ പകുതി സമയം കൊണ്ട് വരയ്ക്കാൻ കഴിയും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പേഴ്സണൽ റിക്വയർമെൻറ്റ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ്, കസ്റ്റമർ മോഡിഫിക്കേഷൻസ് ആർ ഈസിയർ ടു മേക്ക്. ഇപ്പോൾ നമ്മളൊരു പർട്ടിക്കുലർ ഡിസൈനെ വരച്ചതിന് ശേഷം അല്ലെങ്കിൽ ഡിസൈൻ ചെയ്തതിന് ശേഷം കസ്റ്റമറിനെ കാണിക്കുമ്പോൾ കസ്റ്റമർ പറയുകയാണ് കുറച്ച് മോഡിഫിക്കേഷൻസ് ആ പോർഷനിൽ വരയ്ക്കണം, അവിടെ ചേഞ്ചസ് വരക്കണമെന്ന് നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് തന്നെ CAD ഡിസൈൻ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മോഡിഫിക്കേഷൻസ് വരുത്താൻ സാധിക്കും. പക്ഷേ മാനുവൽ ഡ്രോയിങ്ങിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് മോഡിഫിക്കേഷൻസ് വരുത്താൻ സാധിക്കില്ല. നെക്സ്റ്റ് വൺ, ഫാസ്റ്റ് റെസ്പോൺസ് ടു റിക്വസ്റ്റ് ഫോർ കൊട്ടേഷൻസിന് ഫാസ്റ്റ് റെസ്പോൺസ് കൊടുക്കും. കാരണം ഒരു കമ്പനിയിൽ കൊട്ടേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ മാനുവൽ ഡ്രോയിങ്ങിനായിട്ട് കമ്പയർ ചെയ്യുന്നതിനേക്കാൾ വളരെ വേഗത്തിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന് റെസ്പോൺസ് കൊടുക്കാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് വൺ, അവോയ്ഡൻസ് ഓഫ് സബ് കോൺട്രാക്റ്റിംഗ് ടു മീറ്റ് ഷെഡ്യൂൾസ്. എങ്ങനെയാണ് സബ് കോൺട്രാക്റ്റിങ്ങിൻ്റെ ഷെഡ്യൂൾസിനെ കുറയ്ക്കാൻ പറ്റുന്നത് എന്ന് പറയുമ്പോൾ, നമുക്കിപ്പോൾ ഒരു മാനുവൽ ഡ്രോയിങ് ആണെങ്കിൽ കമ്പനിയിലെ ഒരു പർട്ടിക്കുലർ ഷെഡ്യൂളിൽ നിന്നുകൊണ്ട് ഇപ്പോൾ വലിയ ഡ്രോയിങ്സ് അല്ലെങ്കിൽ ലാർജ് നമ്പർ ഓഫ് കമ്പോണൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ആ ഷെഡ്യൂളിൽ തീർക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, സബ് കോൺട്രാക്റ്റിംഗ് കൊടുക്കേണ്ടി വരും. പക്ഷേ CAD സിസ്റ്റമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യത്തില്ല, ഈ സബ് കോൺട്രാക്റ്റിങ്ങിനെ അവോയ്ഡ് ചെയ്തിട്ട് നമ്മൾ സിസ്റ്റത്തിൽ വെച്ച് തന്നെ പർട്ടിക്കുലർ ടൈം ഷെഡ്യൂളിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വരച്ച് തീർക്കാനായിട്ട് സാധിക്കും. നെക്സ്റ്റ്, മിനിമൈസ്ഡ് ട്രാൻസ്ക്രിപ്ഷൻ എറേഴ്സിനെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, ഈ CAD സിസ്റ്റം യൂസ് ചെയ്യുന്ന വേണ്ടിയിട്ട് മിനിമൈസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ്, അക്യുറസി ഓഫ് ഡിസൈൻ. അത് നമുക്ക് അറിയാവുന്നൊരു കാര്യമാണ് എങ്ങനെ അക്യുറസി വരുന്നത്. അപ്പോൾ മാനുവലി പേപ്പറിൽ വരയ്ക്കുമ്പോൾ നമുക്ക് വളരെയധികം എറേഴ്സ് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. അതെല്ലാം നമുക്ക് അത്രയും എറേഴ്സ് എന്തുണ്ടാവത്തില്ല, മെഷീനകത്ത് വരയ്ക്കുമ്പോൾ ഉണ്ടാവത്തില്ല. നെക്സ്റ്റ്, ഇൻ അനാലിസിസ് ഈസിയർ റെക്കഗ്നേഷൻ ഓഫ് കമ്പോണൻറ്റ് ഇൻട്രാക്ഷൻ. ഓരോ കമ്പോണൻറ്റ് നമ്മളിൽ കണക്ട് ചെയ്യുക, അപ്പോൾ അതിൻ്റെ അനാലിസിസിൽ വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനകത്ത് അറിയാൻ സാധിക്കും. മറ്റേ നോർമൽ കേസിൽ നമുക്ക് അത്ര ഈസി ആയിട്ട് അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അതിന് നമുക്ക് പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കേണ്ടി വരും. നെക്സ്റ്റ്, പ്രൊവൈഡ് ബെറ്റർ ഫങ്ഷൻ അനാലിസിസ് ടു റെഡ്യൂസ് പ്രോട്ടോടൈപ്പ് ടെസ്റ്റിംഗ്. അതാണ് നെക്സ്റ്റ് പറയുന്നത്. ഫങ്ഷൻ അനാലിസിസ്, പ്രോട്ടോടൈപ്പ് ടെസ്റ്റിംഗ് വഴിയുള്ള ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറയ്ക്കാൻ സാധിക്കും. അസിസ്റ്റൻസ് ഇൻ പ്രിപ്പറേഷൻ ഓഫ് ഡോക്യുമെൻറ്റേഷനകത്ത് ഉണ്ടാക്കുന്നതിന് വേണ്ടി, അപ്പോൾ അതിൻ്റെ മെറ്റീരിയൽ എത്ര വേണം, കോസ്റ്റ് എത്ര, ഇങ്ങനെയുള്ള ഡോക്യുമെൻറ്റേഷനൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് കമ്പ്യൂട്ടറിൻ്റെ അസിസ്റ്റൻസ് കിട്ടും. നെക്സ്റ്റ്, ഡിസൈൻ ഹാവ് മോർ സ്റ്റാൻഡേർഡൈസേഷൻ. ഡിസൈന് വളരെയധികം സ്റ്റാൻഡേർഡൈസേഷൻ വരും. ഇപ്പോൾ ഏത് സ്റ്റാൻഡേർഡ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നത് കൊണ്ട് സ്റ്റാൻഡേർഡൈസേഷൻ ഇൻക്രീസ് ചെയ്യും. നെക്സ്റ്റ്, ബെറ്റർ ഡിസൈൻസ് പ്രൊവൈഡ് ചെയ്യും. ബെറ്ററായിട്ടുള്ള ഡിസൈൻസിനെ പ്രൊവൈഡ് ചെയ്യുന്നതിന് കഴിയും കമ്പ്യൂട്ടർ ഡിസൈൻ കഴിയും. എങ്ങനെയാണെന്ന് വെച്ചാൽ, നമുക്ക് മോർ സ്റ്റാൻഡേർഡ് വരിക, മോർ ക്വാളിറ്റി വരിക, മോർ ആക്യുറസി വരുമ്പോൾ എന്തായിരിക്കും, നമുക്ക് കിട്ടുന്ന ഡിസൈൻ ബെറ്ററാവും. ഇനി സ്റ്റാൻഡേർഡൈസേഷനെ കുറിച്ച് പറയുമ്പം, എങ്ങനെയാണ് സ്റ്റാൻഡേർഡൈസേഷൻ വരുന്നത്? അപ്പോൾ ഓരോരോ സ്റ്റാൻഡേർഡ്സ്, ഇന്ത്യൻ സ്റ്റാൻഡേർഡോ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡോ ഏത് വേൾഡ് സ്റ്റാൻഡേർഡ്, ഏത് സ്റ്റാൻഡേർഡ് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഈ സിസ്റ്റത്തിൽ മാറ്റി യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഏത് സ്റ്റാൻഡേർഡിലുള്ള ഒരു ഡ്രോയിങ്ങിനെ നമ്മൾ വരച്ച് കഴിഞ്ഞാൽ അതിനെ ഏത് സ്റ്റാൻഡേർഡിലേക്കും കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്നത് കൊണ്ട് നമുക്കൊരു സ്റ്റാൻഡേർഡൈസേഷൻ അതിനകത്ത് എന്തായിരിക്കും, വളരെ കൂടുതലായിരിക്കും. പക്ഷേ നമ്മൾ മാനുവൽ ഡ്രോയിങ്ങിലാണെങ്കിൽ അത്രയും നമുക്ക് സ്റ്റാൻഡേർഡൈസേഷനിലേക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യുന്നതൊക്കെ ഡിഫിക്കൽട്ടായിരിക്കും. ഡോക്യുമെൻറ്റേഷനിൽ ഇത് എങ്ങനെയാണ് അസിസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ ഒരു പർട്ടിക്കുലർ പാർട്ട് ഡിസൈൻ ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് എന്ത് ചെയ്യാം, ഈ സിസ്റ്റത്തിൽ തന്നെ കൊടുക്കുകയും ചെയ്യാം. അതിനെ നമ്മൾ പ്രിൻ്റ് ഔട്ടിലേക്കോ അല്ലെങ്കിൽ ഷീറ്റിലേക്ക് പ്രിൻ്റ് എടുക്കുമ്പം ഫുൾ ഡോക്യുമെൻറ്റ്സും അതിനകത്ത് തന്നെ, അതായത് അതിൻ്റെ മെറ്റീരിയൽ കോസ്റ്റ്, മാനുഫാക്ചർ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് വേണ്ടത്, അതിൻ്റെ പ്രൊഡക്ഷൻ ചെയ്യാൻ വേണ്ടുന്ന ടൈം എത്രയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിനകത്ത് കൊടുക്കാം. ഈ ഡോക്യുമെൻറ്റേഷൻ പ്രിപ്പറേഷനകത്ത് നമുക്ക് നൽകാനായിട്ട് സാധിക്കും. ഇതെല്ലാം നമ്മൾ ഇൻഡസ്ട്രീസിനെ ബേസ് ചെയ്തിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞാൽ, ഇതിനൊരു മാനുഫാക്ചറിങ് സെഷനിലേക്ക് വരികയാണെങ്കിൽ, ഇപ്പോൾ എക്സാമ്പിൾ ടൂൾ ഡിസൈൻ, അതാണ് ഇംപ്രൂവ് പ്രൊഡക്ടിവിറ്റി ഇൻ ടൂൾ ഡിസൈൻ. ടൂളിനെ
ഡിസൈൻ ചെയ്ത കാര്യത്തിൽ അതിൻ്റെ പ്രൊഡക്ടിവിറ്റി നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ്, ബെറ്റർ നോളജ് ഓഫ് കോസ്റ്റ് പ്രൊവൈഡ്. കോസ്റ്റ് പ്രൊവൈഡ് ബെറ്റർ നോളജ് എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ പാർട്ടിനെ ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ നമുക്കതിന് എത്ര കോസ്റ്റ് ആവും എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ കമ്പ്യൂട്ടർ ഡിസൈനകത്ത് സിസ്റ്റത്തിൽ തന്നെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് കോസ്റ്റ് എത്രയാണ് വേണ്ടത് എന്നുള്ള എന്ത് ചെയ്യും, അതിനെക്കുറിച്ചൊരു ബെറ്റർ നോളജ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. റെഡ്യൂസ്ഡ് ട്രെയിനിങ് ടൈം ഫോർ റൂട്ടീൻ ഡ്രാഫ്റ്റിംഗ് ടാസ്ക്സ് ആൻഡ് NC പാർട്ട് പ്രോഗ്രാം. നമുക്ക് ട്രെയിനിങ് ടൈം, കമ്പ്യൂട്ടർ ഡിസൈനിൽ ട്രെയിനിങ് ടൈം എന്തായിരിക്കും, വളരെ കുറച്ച് മതി. മറ്റ് മാനുവൽ ഡ്രോയിങ്ങിനകത്തായിരിക്കും എന്തായിരിക്കും ഓരോന്നും ഡ്രോയിങ് ചെയ്തെടുക്കാനുള്ള ടൈം വളരെ, ട്രെയിനിങ്ങിന് എടുക്കുന്ന ടൈം വളരെ കൂടുതലായിരിക്കും. നെക്സ്റ്റ്, NC പാർട്ട് പ്രോഗ്രാമിനകത്ത് എന്തായിരിക്കും, എറേഴ്സ് വളരെ കുറവായിരിക്കും. കാരണം നമ്മൾ കമ്പ്യൂട്ടറിൽ തന്നെ ഡ്രോൺ ചെയ്തിട്ട് കൊടുക്കുന്നതായതുകൊണ്ട് അതിനകത്ത് എറേഴ്സ് വളരെ കുറവായിരിക്കും. നെക്സ്റ്റ്, പ്രൊവൈഡ്സ് ദ പൊട്ടൻഷ്യൽ ഫോർ യൂസിങ് മോർ എക്സിസ്റ്റിംഗ് പാർട്സ് ആൻഡ് ടൂളിങ്. ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പാർട്സിനും ടൂളിങ്ങും ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി എന്തായിരിക്കും വളരെയധികം പൊട്ടൻഷ്യൽ. കാരണം എക്സിസ്റ്റിംഗ് ആയതുകൊണ്ട് നമുക്ക് ഓൾറെഡി ഡ്രോയിങ് ഉള്ളതിനകത്ത് നമുക്ക് ഉള്ളതുകൊണ്ട് വളരെ ഈസി ആയിരിക്കും. നെക്സ്റ്റ്, ഹെൽപ്സ് എൻഷുർ ഡിസൈൻസ് ആർ അപ്രോപ്രിയേറ്റ് ടു എക്സിസ്റ്റിംഗ് മാനുഫാക്ചറിങ് ടെക്നിക്സ്. അതായത് ഡിസൈൻസിന് എക്സിസ്റ്റിംഗ് മാനുഫാക്ചറിങ് ടെക്നിക്സ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിസൈൻസിനകത്ത് നമുക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ്, സേവ് മെറ്റീരിയൽ ആൻഡ് മെഷീൻ ടൈം ബൈ ഒപ്റ്റിമൈസേഷൻ അൽഗോരിതംസ്. ഒപ്റ്റിമൈസേഷൻ അൽഗോരിതംസ് വെച്ചിട്ട് നമുക്ക് മെറ്റീരിയൽസിനെയും മെഷീൻ ടൈമിനെയും നമുക്ക് എന്ത് ചെയ്യാം, റെഡ്യൂസ് ചെയ്യാം. കാരണം ഏത് രീതിയിലുള്ള മെറ്റീരിയലാണ്, അല്ലെങ്കിൽ അതിൻ്റെ ക്വാണ്ടിറ്റി എത്രയാണ്, ഏത് മെഷീനിങ് ടെക്നിക്കാണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്ത് ടൈപ്പ് ഓഫ് മെഷീനിങ് പ്രോസസ്സാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, മെറ്റീരിയലിനെ സേവ് ചെയ്യാം, അതേപോലെ മെഷീനിങ് ടൈമിനെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ്, പ്രൊവൈഡ്സ് ഓപ്പറേഷണൽ റിസൾട്ട്സ് ഓൺ ദി സ്റ്റാറ്റസ് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ്. വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ സ്റ്റാറ്റസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓപ്പറേഷണൽ റിസൾട്ട്സിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ ഒരു വർക്ക് എത്രത്തോളമായി നമുക്ക് ആ ഡിസൈൻ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് എത്ര വർക്കായി എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഓപ്പറേഷൻ സ്റ്റാറ്റസ്, ഇപ്പോൾ എത്ര പ്രോസസ്സ് 10% കംപ്ലീറ്റ് ആയോ അല്ലെങ്കിൽ 90% കംപ്ലീറ്റ് ആയോ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. നെക്സ്റ്റ്, മേക്സ് ദ മാനേജ്മെൻറ്റ് ഓഫ് ഡിസൈൻ പേഴ്സണൽ ടു പ്രോജക്ട്സ് മോർ എഫക്റ്റീവ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ മാനേജ്മെൻറ്റിന് ഡിസൈൻ പേഴ്സണായിട്ടും അതേപോലെ പ്രോജക്ട്സിലുള്ള ആൾക്കാരായിട്ടും എന്ത് ചെയ്യാൻ പറ്റും, ഒരു മാനേജ്മെൻറ്റ് ചെയ്യാനും അല്ലെങ്കിൽ ഡിസൈനകത്ത് വേരിയേഷൻസ് ഇടാനൊക്കെ നമുക്ക് ഈസിലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ സാധിക്കും. അസിസ്റ്റൻറ്റ് ഇൻസ്പെക്ഷൻ ഓഫ് കോംപ്ലിക്കേറ്റഡ് പാർട്സിനെയൊക്കെ ഇൻസ്പെക്ഷൻ ചെയ്യുക. അപ്പോൾ അതിൻ്റെ മാനുഫാക്ചറിങ് നടക്കുമ്പോൾ അതിന് ഇൻസ്പെക്ഷനെ അസിസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കമ്പ്യൂട്ടർ ഡിസൈനിങ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ബെറ്റർ കമ്മ്യൂണിക്കേഷൻ ഇൻ്റർഫറൻസ് ആൻഡ് ഡേറ്റർ അണ്ടർസ്റ്റാൻഡിങ് എമം എഞ്ചിനീയേഴ്സ്, ഡിസൈനേഴ്സ്, ഡ്രാഫ്റ്റേഴ്സ്, മാനേജ്മെൻറ്റ് ആൻഡ് ഡിഫറെൻറ്റ് പ്രോജക്റ്റ് ഗ്രൂപ്പ്സ്. അപ്പോൾ ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കമ്പ്യൂട്ടർ ഡിസൈനിങ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബെറ്റർ കമ്മ്യൂണിക്കേഷൻ സാധ്യമാകും. കാരണം ഈ ഡ്രോയിങ് വെച്ചിട്ട് നമ്മളിപ്പോൾ ഷീറ്റാണെങ്കിൽ അവിടെ ഇവിടെ എല്ലാം കൊണ്ടുപോകണം, അത്രയും ബുദ്ധിമുട്ടില്ല. നമുക്ക് കമ്പ്യൂട്ടർ സിസ്റ്റം വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ സാധ്യമാകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയെന്ന് പറയുന്നതാണ് നമ്മൾ CAD സിസ്റ്റത്തിന് മെയിനായിട്ട് വരുന്ന അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ നെസസിറ്റി ഇൻ ദ ഗ്ലോബൽ വേൾഡിൽ വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ 4 പോയിൻറ്റ്സ് ഒരു ഡിഫറൻസ് കമ്പയർ ചെയ്യുകയാണ് ട്രഡീഷണൽ ഡിസൈനിങ് CAD മെത്തേഡ്. ഒന്നെന്ന് പറയുന്നത് ട്രഡീഷണൽ ഡിസൈനിങ്ങിൽ ഫസ്റ്റ് പർട്ടിക്കുലർ ഇൻ ആർക്കിടെക്ചറൽ ഡ്രോയിങ് റിപ്പിറ്റേഷൻ ഓഫ് ഐഡൻറ്റിക്കൽ കമ്പോണൻറ്റ് ഈ സംടൈംസ് റിക്വയർഡ്. എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ വാളിനകത്ത് വരുന്ന പില്ലറുകൾ എന്താണ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ മാനുവൽ ഡ്രോയിങ്ങിലാണെങ്കിൽ അല്ലെങ്കിൽ ട്രഡീഷണൽ ഡ്രോയിങ്ങിലാണ് എന്ത് ചെയ്യും, ഇത് വീണ്ടും വീണ്ടും ഡ്രോൺ ചെയ്യേണ്ടി വരും. ഇപ്പോൾ മെഷീനകത്ത് വരുന്ന കമ്പോണൻറ്റ്സ് ഒക്കെ നമുക്ക് ചിലതൊക്കെ വീണ്ടും വീണ്ടും ഡ്രോൺ ചെയ്യും. ഇപ്പോൾ CAD സിസ്റ്റത്തിനകത്ത് എന്താണ്, ഒരെണ്ണത്തിനെ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ റെപ്ലിക്കേറ്റ് അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് എത്ര വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. സെക്കൻഡ് വൺ, ഇറ്റ് ഈസ് വെരി ട്രഡീഷണൽ ഡിസൈനിങ് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു അച്ചീവ് ഹയർ അക്യുറസി വൈൽ ഡ്രോയിങ് ബൈ ഹാൻഡ് കൊണ്ട് വരയ്ക്കുന്ന നമുക്ക് ഹയർ അക്യുറസി കിട്ടില്ല. പക്ഷേ CAD-നകത്താണെങ്കിൽ എന്തായിരിക്കും, ഹയർ അക്യുറസി കിട്ടുന്നുണ്ട്. എന്തുകൊണ്ട്, കമ്പ്യൂട്ടറിൻ്റെ സഹായത്താലാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. ട്രഡീഷണൽ ഡിസൈനിങ് എന്ന് പറഞ്ഞാൽ റിക്വയർസ് മെനി എഞ്ചിനീയറിംഗ് ലേബർ ആൻഡ് ദെയർഫോർ ഹൈലി ടൈം കൺസ്യൂമിങ്. അത് നമുക്കറിയാം എന്താണ്, ധാരാളം എഞ്ചിനീയറിംഗ് ലേബേഴ്സ് വേണം, ടൈം വേണം മാനുവൽ ഡ്രോയിങ്ങിനകത്ത്. CAD-നകത്ത് എന്താണ്, ഡസ് നോട്ട് നീഡ് മച്ച് ടൈം ഫോർ ഡിസൈനിങ് ആസ് കമ്പയർഡ് ടു ട്രഡീഷണൽ ഡിസൈൻ കമ്പയർ ചെയ്യുന്ന അത്രയും ടൈം ഇതിനകത്ത് വേണ്ട, CAD ഡ്രോയിങ്ങിനകത്ത് വേണ്ട. ഇനി ട്രഡീഷണൽ ഡ്രോയിങ്ങിനകത്ത് ഇൻ ട്രഡീഷണൽ ഡിസൈനിങ് ദ ഹോൾ ഒബ്ജക്റ്റ് ഈസ് ക്രിയേറ്റഡ് ഓൺ പേപ്പർ യൂസിങ് എ ഡ്രോയിങ് ടൂൾ വെച്ചിട്ട് നമ്മൾ പേപ്പറിലാണ് ഡിസൈൻ. പക്ഷേ CAD-നകത്ത് എന്താണ്, ഇൻഡിക്കേറ്റ് സ്പെസിഫിക് പോയിൻറ്റ്സ്, ലൊക്കേഷൻസ്, മെഷർമെൻറ്റ്സിൻ്റെ ഡ്രോയിങ് സ്പേസ് ഇതെല്ലാം എന്താണ്, സ്ക്രീനിലാണ് നമ്മൾ വരയ്ക്കുന്നത്. ആൻഡ് കമ്പ്യൂട്ടർ ജനറേറ്റ്സ് ഓർ ഡ്രോസ് ദ ഒബ്ജക്റ്റ് ഓൺ
ഇറ്റ്സ് ഓൺ. അതിൽ തന്നെ ആയിരിക്കും ഈ ഒബ്ജക്റ്റിനെ ഡ്രോൺ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ട്രഡീഷണൽ ഡിസൈനിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പോയിൻ്റൊക്കെ മാർക്ക് ചെയ്യുന്നത് വളരെ ഡിഫിക്കൽട്ടായിരിക്കും. പക്ഷേ കമ്പ്യൂട്ടർ ഡിസൈനകത്താണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ലൊക്കേഷൻസ്, പോയിൻറ്റ്സ്, മെഷർമെൻറ്റ്സ് എല്ലാം അതിനകത്ത് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ പഠിച്ചിട്ടുള്ള മേജർ ഡിഫറൻസിൻ, അല്ലെങ്കിൽ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണ് കമ്പയർ ചെയ്യുമ്പോൾ. ഇത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. താങ്ക് യു.